CP Tech 735 ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസി കുക്കിൻ്റെ IGBT ഷോർട്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ IGBT ഷോർട്ടാവുമ്പോൾ നമുക്കറിയാം, നമ്മൾ കുത്തിയിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് സീരിയസ് ആയിട്ട് കുത്തുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാധാരണ വീടുകളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുക്കർ പ്ലഗ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കർ ഓഫായി പോവുകയോ ഫീസാണെങ്കിൽ ഫീസ് കത്തിപ്പോവുകയോ ചെയ്യുന്നതാണ്. ആ സമയത്ത് നമ്മൾ കുക്കർ എടുത്ത് മാറ്റി വെക്കും. നേരെ മറിച്ച് സീരിയസ് ആയിട്ട് നമ്മൾ കുത്തി നോക്കുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് IGBTയുടെ മാത്രം പ്രശ്നമാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ ഒരു സിമ്പിൾ മാർഗമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈസി കുക്ക്, നമ്മൾ ഇൻഡക്ഷൻ കുക്കർ, ഇത് ഈസി കുക്ക് മാത്രമല്ല, ഏത് ഇൻഡക്ഷൻ കുക്കറാണെങ്കിലും IGBT ഷോർട്ടായതാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ നമ്മൾ IGBT കുക്കർ നമ്മൾ അയച്ചതിന് ശേഷം കുക്കർ നമ്മൾ അയച്ചു വെക്കുന്നു. കുക്കർ നമ്മൾ അയച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ കോയിൽ ഡിസ്കണക്ട് ചെയ്യുക. അതിൻ്റെ കോയിൽ രണ്ട് ലെഗും ഡിസ്കണക്ട് ചെയ്യണമെന്നില്ല, അതിൻ്റെ ഏതെങ്കിലും ഒന്ന് ഡിസ്കണക്ട് ചെയ്താൽ നമുക്ക് കോയിൽ ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോയിൽ ഊരി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ കോയിൽ ഊരി മാറ്റിയ ശേഷം നമുക്ക് അതിൻ്റെ ഒരു കണക്ഷൻ ഒന്ന് ഊരി മാറ്റാം. അതിൻ്റെ ഒരു കണക്ഷൻ നമുക്കൊന്ന് ഊരി മാറ്റാം. ഇപ്പം ഒരു കണക്ഷൻ ഊരി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കണക്ഷൻ ഊരി മാറ്റിയ ശേഷം നമുക്കതിൻ്റെ കീബോർഡ് ഫിറ്റ് ചെയ്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇൻഡക്ഷൻ കുക്കർ എല്ലാം വർക്കാവുന്നതാണ്. ഫാന് വർക്കാവും, അതുപോലെ കീബോർഡ് വർക്കാവും, എല്ലാ ഫങ്ഷനുകളൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ പവർ സപ്ലൈ ഒന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. കണ്ടോ, ഓൺ ചെയ്തു. ഇപ്പോൾ ഞാൻ 100 വാട്ട്സിൽ നമുക്ക് കുക്കർ ഓണായതായിട്ട് കാണാം. ഇനി നമ്മൾ നേരെ മറിച്ച് അപ്പോൾ ഇങ്ങനെ ഓണായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കണക്ഷൻ ഒന്ന് കൊടുത്തു നോക്കിയാൽ വീണ്ടും കീബോർഡൊക്കെ ഓഫായി പോവും, കുക്കറും ഓഫായി പോവും. നമുക്ക് ഓൺ ചെയ്തിട്ട് ഊരി വെച്ച കണക്ഷൻ ഒന്ന് തിരിച്ചു കൊടുത്തു നോക്കാം. ഒന്ന് തിരിച്ച് നമ്മൾ വീണ്ടും കണക്ട് ചെയ്യുകയാണ്. ഊരി വെച്ച കോയിലിൻ്റെ ആ ഒരു ലെഗ് വീണ്ടും നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഇനി ഓണാക്കാം. കണ്ടോ, ഓണാക്കുമ്പോൾ കുക്കർ വർക്കാവില്ല, നമ്മളെ സീരിയസ് ബൾബ് തെളിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഊരുമ്പോൾ വീണ്ടും ഓണാവും. കണ്ടോ, ഇപ്പോൾ വീണ്ടും ആവും. ഇനി കൊടുത്ത് നോക്കിയാൽ വീണ്ടും ഓഫ് ആവും. ഇപ്പോൾ കുക്കർ ഓണാണ്. ഇനി നമ്മളെ തിരിച്ച് മുട്ടിച്ച് നോക്കിയാൽ ആണോ വീണ്ടും ഓഫായി പോയി. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഓണായി. അത് കൊടുക്കുമ്പോൾ വീണ്ടും ഓഫായി. ഇപ്പോൾ കുക്കർ ഓണാണ്, അത് കൊടുക്കുമ്പോൾ വീണ്ടും ഓഫാവും. സാധാരണഗതിയിൽ ഇതുപോലെ IGBT ഷോർട്ടായി കഴിഞ്ഞാൽ ഈ ബോർഡിനകത്തുള്ള ഫ്യൂസുകൾ കത്തിപ്പോവാറുണ്ട്. ചില കേസുകളിൽ മാത്രം ഫ്യൂസ് കത്തിപ്പോവില്ല. ഇങ്ങനെ ഫ്യൂസ് കത്തിപ്പോയതാണെങ്കിലും ഇതുപോലെ ഫ്യൂസ് മാറിയിട്ട ശേഷം ഇതുപോലെ IGBTയുടെ ഒരു ലെഗ് നമ്മൾ ഊരി മാറ്റിയ ശേഷം പ്ലഗ് ചെയ്താൽ നമുക്ക് കുക്കറിൻ്റെ എല്ലാ ഫങ്ഷനും വർക്കാവും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, മറ്റു ഫങ്ഷനുകൾക്കൊന്നും യാതൊരു തകരാറുമില്ല, പവർ സപ്ലൈ ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്താൽ മതി, നമ്മൾ IGBT മാറിയിട്ടാൽ മാത്രം മതി, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. നമുക്ക് ഈ IGBT ഊരി മാറ്റിയ ശേഷം നമുക്ക് പുതിയൊരു IGBT വെച്ച് കൊടുക്കാം.
IGBT ഊരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഹീറ്റ് സിങ്ക് ഊരി മാറ്റിയ ശേഷം മാത്രമേ ഡിസോൾഡർ വിക്ക് വെച്ചോ പമ്പ് വെച്ചോ നമ്മൾ ഊരി മാറ്റാൻ പാടുള്ളൂ. അല്ലാതിരുന്നാൽ നമ്മൾ സോൾഡറിങ് അയൺ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഹീറ്റ് മൊത്തം ആ ഹീറ്റ് സിങ്കിലേക്ക് പാസ് ചെയ്യുകയും അതിൻ്റെ ലെഡ് ചൂടാവാതെ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് സിങ്ക് ഊരി മാറ്റിയ ശേഷം മാത്രമേ നമ്മളത് ഊരി മാറ്റാൻ ശ്രമിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഈ സീറോ ഇറർ വരുന്ന കാര്യങ്ങളും മറ്റും മറിച്ചൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു വീഡിയോ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട്, അടുത്ത് തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ സീറോ വരാനുള്ള കാര്യങ്ങൾ ഞാനിതിനകത്ത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഈ സീറോ വരുന്നത് നമ്മുടെ കോയിലിൽ നിന്ന് 620 K റെസിസ്റ്റർ വെച്ച് 1/2 വാട്ട് അല്ല 1 വാട്ട് അല്ലെങ്കിൽ 2 വാട്ട് 1/2 വാട്ട് വലിയ റെസിസ്റ്റർ വെച്ച് അതിൻ്റെ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും കൂടെ ICയിലേക്ക് വരുന്നതാണ്. ആ ICയിലേക്ക് വരുന്ന വഴിയിൽ ആ 680 K ഒരു റെസിസ്റ്റർ വെച്ചോ 820 K റെസിസ്റ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ 220 K ഓരോ ലൈനിലും ഈ 2 വീതം 4 റെസിസ്റ്റർ വെച്ചിട്ടോ ആയിരിക്കും അതിൻ്റെ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും എടുത്തിട്ടുണ്ടാവുക. ആ ഔട്ട്പുട്ട് സിഗ്നലിൽ ആ റെസിസ്റ്റർ 820 620 220 ഇങ്ങനെയാണ് അതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും ഒന്ന് ഷോർട്ടാവില്ല ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻപുട്ട് സിഗ്നൽ കിട്ടാതെ വരികയും അല്ലെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടാതെ വരികയും ഈ സീറോ എറർ കാണിക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മളുടെ വെക്കുന്ന പാത്രം സെൻസ് ചെയ്യാതിരിക്കുകയും വർക്കാകാതിരിക്കുകയും ചെയ്യും. ഇതുപോലെ എല്ലാ ഫങ്ഷനുകളൊക്കെ വർക്കാവും, പക്ഷേ പാത്രം വെക്കുന്ന സമയത്ത് പാത്രം സെൻസ് ചെയ്യുകയില്ല. ആ സമയത്ത് നമുക്ക് ഈ റെസിസ്റ്റർ ഏതെങ്കിലും ഒന്ന് ഊരി മാറ്റിയ ശേഷം നമുക്ക് ചേഞ്ച് ചെയ്താൽ ഈ സീറോ വർക്കാവുന്നതാണ്. ഈ സീറോക്ക് മറ്റു കാര്യങ്ങളും ഉണ്ട്. ഈ സീറോ എറർ വരാനുള്ള മറ്റൊരു കാര്യമാണ് അതിൻ്റെ പൾസ് വിത്ത് മോഡുലേഷൻ PWM അതിലേക്കുള്ള സിഗ്നൽ ICയിൽ നിന്നുള്ള സിഗ്നൽ വരുന്ന സ്ഥലത്തോ അതിലേക്ക് പവർ വരുന്ന സ്ഥലത്തോ എന്തെങ്കിലും ഇററുകൾ റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് വന്നാലും ഇതുപോലെ പ്രശ്നം വരുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ IGBT ഞാനിപ്പോൾ മാറ്റിയിട്ടിട്ടുണ്ട്, പുതിയ IGBT മാറ്റി വെച്ചിട്ടുണ്ട്. പുതിയ IGBT ഇട്ട് തിരിച്ചു വെച്ച് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതുപോലെ ഇൻഡക്ഷൻ കുക്കറുകൾക്ക് ബോർഡുകളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ ബോർഡും കീബോർഡും ഊരി മാറ്റിയ ശേഷം കൊറിയർ ചെയ്ത് തരികയാണെങ്കിൽ അത് സർവീസ് ചെയ്ത് തിരിച്ച് കൊറിയർ ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പുതിയ EC കുക്ക് ഇപ്പോൾ സെയിൽ നടക്കുന്നത് 4500 5900 4900 ഒക്കെയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ നന്നാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്യാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.